സാധാരണ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഞാൻ പൊതുവേ ഷോർട്ടായിട്ടാണ്. പക്ഷേ ഇത് ഷോർട്ടിൽ പറഞ്ഞിട്ട് തീരില്ല, അതുകൊണ്ടാണ് ലോങ് വീഡിയോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യും. അങ്ങനെങ്കിലും ഇത് എത്തേണ്ടടുത്തൊക്കെ ഒന്ന് എത്തട്ടെ. ഇത് ഇപ്രാവശ്യം വന്ന KCB ബില്ലാണ് കേട്ടോ. അപ്പം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം കറണ്ട് ബില്ല് വന്ന് 8000 സംതിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും യൂസ് ചെയ്തതിനല്ലേ ബില്ല് വരികയെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മായിമ്മയും 2 ചെറിയ മക്കളാണ് ഈ വീട്ടിലുള്ളത്. അപ്പം വേനൽക്കാലമാണ്. അപ്പം ഞങ്ങൾ റൂമിൽ കുറച്ച് AC ഒക്കെ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും കറണ്ട് ബില്ല് എന്നൊക്കെ കരുതിയിട്ട് കറണ്ട് ബില്ലൊന്ന് കുറക്കണം എന്ന് വിചാരിച്ച് ഞാൻ അതിയായി പരിശ്രമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് കംപ്ലൈൻ്റ് ആയി. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് വേണ്ട, ഫ്രിഡ്ജ് നന്നാക്കണ്ട. 2 ഫ്രിഡ്ജ് ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് നന്നാക്കണ്ട, നമുക്ക് ഇപ്രാവശ്യം കറണ്ട് ബില്ല് എങ്ങനെ വരുന്നത് നോക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജൊന്നും ഇല്ലാതെ റിസ്ക് എടുത്ത് ആ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു. പിന്നെ അയൺ ബോക്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിച്ച് കുറച്ച് 2000 സംതിങ്ങിൽ നമ്മൾ കറണ്ട് ബില്ല് എത്തിച്ചു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെയല്ല. എൻ്റെ വീട്ടിലൊക്കെ ഈ കറണ്ട് ബില്ല് ഉപയോഗിക്കുന്ന 5 മക്കളും ഇമ്മയും ഇപ്പയും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്ട്രെങ്ത് ഉള്ള വീടാണ്. അപ്പോൾ ആ വീട്ടിൽ കറണ്ട് ബില്ല് 1000 വലിയ എമൗണ്ട് വരിക. എങ്ങനെ നോക്കിയാൽ 1000 സംതിങ് ഒക്കെയാണ് ബില്ല് വരിക. ഇതേമാതിരി 5000 3000 ഞാൻ കണ്ടില്ല. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, കരണ്ടടുപ്പുണ്ട്. എന്നിട്ടും 1000 സംതിങ് ഒക്കെ കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലൊക്കെ ഒന്ന് ആക്കണമെന്ന്. അപ്പോൾ ഇക്കറിയാം ചിലപ്പോൾ പണ്ടത്തെ വീടാണ്, പിന്നെ പണ്ടത്തെ മീറ്റർ ബോർഡോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പുതിയ വന്ന വലിയ വീടിനൊക്കെ ഭയങ്കര കറണ്ട് ചാർജോ മീറ്റർ ചാർജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ. നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അതിന് എല്ലാവർക്കും ഒരുപോലെ ബില്ല് ചാർജ് ആക്കണ്ടേ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും പോളിസി കൊണ്ടായിരിക്കും. എന്താണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ അങ്ങനെ ഗൈസ് ഞാൻ ഈ 2 മാസത്തിൻ്റെ അടുക്കല്ലേ കറണ്ട് ബില്ല് തരാം. അപ്പം ഇത്രയും സമയം ഞാൻ ഫ്രിഡ്ജ് യൂസ് ചെയ്യാതെ അയൺ ബോക്സ് 1-2 തവണ മാത്രം ഉപയോഗിച്ച് ഭയങ്കര കരുതി ഉപയോഗിച്ച് പിന്നെ ഇവിടെ അധികം ഇല്ലേന്നു. എനിക്ക് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം ഒരു 1000 എത്തണേ, 2000 താഴോട്ട് വരണേന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടോ. അങ്ങനെ എൻ്റെ പ്രവർത്തനത്തിന് എന്താ പറയുക എൻ്റെ പ്രവർത്തനം KCB തിരിച്ചറിഞ്ഞ് എനിക്ക് വലിയൊരു അംഗീകാരം തന്നു. എൻ്റെ കറണ്ട് ബില്ല് വന്നപ്പോൾ 5634 രൂപ. ഞാൻ കള്ളം പറയല്ലോ, നിങ്ങൾ നോക്കിട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എനർജി ചാർജ് വന്നിട്ട് 834 രൂപ, ഡ്യൂട്ടി 8 രൂപ, ഫ്യൂവൽ ചാർജ് 2 രൂപ, പിന്നെ ഫിക്സിങ് ചാർജ് 210 രൂപ, അല്ല ഫിക്സഡ് ചാർജ് 210 രൂപ, മീറ്റർ വാടക 12 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സബ്സിഡി പറഞ്ഞിട്ടൊരു സംഭവം 135 രൂപ കുറച്ച് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടോ. അപ്പം എന്തായാലും 1000 സംതിങ് 1008 രൂപ ഇതുണ്ടോ, അത്രയാണ് ബിൽ തുക ആയിട്ട് വരുന്നത്. പിന്നെ എന്നെ നെട്ടിച്ചുകൊണ്ട് ഇവിടെ വന്നൊരു ചാർജ് ACD അല്ലേ, ഓക്കെ ACD, അതെ ഗൈസ്, 4542 രൂപ. എങ്ങനെ ഇരിക്കണം? വളരെ കഷ്ടപ്പെട്ട് 1000 സംതിങ് ബില്ല് വരണമെന്നൊക്കെ വിചാരിച്ചിരുന്ന് എനിക്ക് വന്ന ബില്ല് 4000 സംതിങ് രൂപ ഈ KCBക്ക് നമ്മൾ അടക്കണം പോലും. അതിൻ്റെ ഇൻട്രസ്റ്റ് അവർ നമുക്ക് തരുന്നത് എന്ത് കാര്യത്തിനെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇതിനൊക്കെ അവർക്ക് ഭയങ്കര ന്യായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഒരു സാധാരണക്കാരന് ഇപ്പോൾ ഒരു കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരൊക്കെ എങ്ങനെ ഇതുപോലുള്ള PL സഹിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കറണ്ട് ബില്ല് നമ്മൾ അടക്കണം, പിന്നെ വെറുതെ കാറ്റ് വരുന്ന വാട്ടർ ബില്ല് നമ്മൾ അടക്കണം. ആ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ മുന്നിൽ. അപ്പോൾ എന്തെങ്കിലും കാലത്ത് വരൾച്ച, ഇവിടെ അടുത്തൊക്കെ വരൾച്ച വരുന്നുണ്ട്, എന്താ പറയുക കിണറൊക്കെ വറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് വരൾച്ച വന്നാലോ എന്ന് മെമ്പറൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകളും ആ പൈപ്പ് വെച്ചിട്ടോ. അതിൻ്റെ അടുത്ത് അപ്പുറത്ത് വീട്ടിലത്തെ താത്ത പൈപ്പ് വെച്ചില്ലേ. അപ്പം ഞാൻ ചോദിച്ചു താത്ത ഏതെങ്കിലും കാലത്ത് വരൾച്ച വന്നാലോ? അപ്പോൾ ആ താത്ത പറഞ്ഞ് ഞങ്ങളെ കിണർ പറ്റൂല. അതുപോലെ ഒരു വിശ്വാസമാണ്. എന്തായാലും പൈപ്പ് എന്തായാലും ഓല് വെച്ചില്ല. പഠിച്ചവൻ്റെ കുതിർത്തുകൊണ്ട് ഓലാണ്ട് കഴിച്ചിലായി. നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ പൈപ്പ് വെച്ച് നമ്മൾ ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കലും ഇല്ല, ആ പാത്രക്ക് തിരിഞ്ഞു നോക്കലും ഇല്ല. അതൊരു മൂലക്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പക്ഷേ ഡിസ്റ്റർബൻസ് ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ
ഇതിനിങ്ങനെ ബില്ല് വരേ. അപ്പോൾ ഇങ്ങനെ ബില്ല് വരുമ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും, ഇത് നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ബില്ല് നമ്മൾ അടക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ മിനിമം ചാർജും ഉണ്ടാവും, പിന്നെ ഉണ്ടാവും കുറച്ച് പൈസക്ക്. അതായത് ഇതാകെ തുറന്നത് ഒരു വട്ടം ഇതേമാതിരി എല്ലാവരും ഉള്ള ഗ്രൂപ്പിലെ മെമ്പർ അവിടെ വെള്ളം വന്നോ ഒന്ന് പൈപ്പൊന്ന് തുറന്ന് നോക്കുമോ ചോദിച്ചപ്പോൾ പൈപ്പൊന്ന് പോയി തുറന്നതാണ്. അല്ലാതെ ആ പൈപ്പ് ഞങ്ങളാരും തുറക്കില്ല. പിന്നെ പോരാതെ ആ പൈപ്പ് ഓൾറെഡി പൊട്ടിച്ചും വെച്ചിരുന്നേ, എന്തോ വണ്ടി എന്തോ തട്ടിയിട്ട് എന്തോ പൊട്ടി ചെയ്തത്. അപ്പോൾ ആ പൈപ്പ് തുറക്കലേ ഇല്ല. പക്ഷെ അതിന് ബില്ല് വരും. ഈ ബില്ല് വരുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അക്ഷയ പോയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇതുവരെയുള്ള, അതായത് ഇപ്പോൾ എന്നോ വെച്ചണല്ലോ, കഴിഞ്ഞല്ലോ അതിൻ്റെ പിന്നത്തെല്ലോ ഒറ്റ വെച്ചാണ്. അപ്പോൾ അതുവരെയുള്ള ബില്ലടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. എങ്ങനെ ഇരിക്കണേ അതെ ഗൈസ്. അപ്പം നമ്മൾ ഉപയോഗിക്കാത്തതിനും ഉപയോഗിച്ചതിനും പല പല പേരിട്ടാണ്ട് പല പല സംഭവം വെച്ചിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഊറ്റുന്നുണ്ട്. എങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കുക? വല്ല തമിഴ്നാട്ടിൽ പോയാലോന്ന് ആലോചിക്കുക. അവിടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ വിപ്ലവപരമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം കൂട്ടണമെന്ന് കേട്ടപ്പോൾ നെഞ്ഞെടുപ്പ് കൂടിയെങ്കിലും ബാക്കി മൊത്തത്തിൽ തമിഴ്നാടിനെ കുറിച്ച് എനിക്കൊരു നല്ല മതിപ്പൊക്കെയാണ്. എന്താ അറിയില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, വർഗീയതയും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരിക്കുക. ഈ കേരളത്തിലും ജീവിക്കാൻ, ഇതൊക്കെ ഇപ്പോൾ കേരളത്തിന് മാത്രം ബില്ലാണല്ലോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഇതൊക്കെ ആണെങ്കിലും ഇവിടെ തൊഴിൽ രഹിതരുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ജോലിയില്ല എന്നാൽ ഈ പറഞ്ഞ ബില്ലുകളൊക്കെ നമ്മൾ അടക്കണം. ആൻഡ് ഇവിടെ ജീവിക്കുക ഭയങ്കര ഭയങ്കര ടാസ്കിങ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വാടക വീട്ടിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ വാടകയും അടക്കണം. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ തന്ത്രപ്പാടൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പറയണ്ട. എന്നാൽ പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവ് നീക്കാം, റോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തയച്ചാൽ അതിൻ്റെ ലൂപ്പ് കുടുങ്ങിയ ആളുകൾ ഒരുപാട്. അങ്ങനെ ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ഇവിടുത്തെ ജനങ്ങൾ ശ്വാസം മുട്ടിക്കൊണ്ട് ജീവിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അറിയോ അറിയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഇവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം അവർക്കൊന്നും അത് സീനില്ല. കാരണം അവരെ സംബന്ധിച്ച് ദാരിദ്ര്യം അഭിനയിക്കുക എന്ന് പറയുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ കാണുന്ന നാടാണ് ഇവിടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭരണം ആരെ കയ്യിലായിക്കോട്ടെ, ഇടതുവശത്തിൻ്റെ കയ്യിലായിക്കോട്ടെ വലതുവശത്തിൻ്റെ കയ്യിലായിക്കോട്ടെ, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങളൊന്ന് ജീവിക്കാൻ സമ്മതിക്കും. അവർ ജീവിക്കട്ടെ. പണ്ടും അവരിവിടെ ഒന്നുമില്ലെങ്കിലും റേഷനരിയും ഇതൊക്കെ ആയിട്ട്, ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവർ ഈ റേഷനരിയിലൂടെ കൈയോടെ വെച്ചാൽ ഇവിടെ മലയാളികൾ പട്ടിണിയാവും. സത്യമായിട്ട് റേഷനരി ഉള്ളതുകൊണ്ട് മാത്രം പട്ടിണി കിടക്കാത്ത ഒരുപാട് ഫാമിലികൾ നമ്മളെ ചുറ്റിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇതിന് ശരിക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. തലക്കുന്നൊന്ന് പണിയെടുത്ത് ഈ നാട്ടിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ വരുമാനം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ജോലി കൊടുക്കട്ടെ. PSC മാത്രമൊന്നുമല്ലല്ലോ, പല രീതിക്കുള്ള കമ്പനികൾ വളരട്ടെ. ബിസിനസ്സുകാരെ വളരാൻ ഇവർ സമ്മതിക്കൂല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരാളൊരു ബിസിനസ് തുടങ്ങി നിൽക്കാം. പല പിന്നെ കേസുകളും പറഞ്ഞിട്ട് പല സ്ഥാപനങ്ങൾക്കെതിരെ എങ്ങനെ ഫൈൻ ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫാർമസിയോ അല്ലെങ്കിൽ ക്ലിനിക്കോ ഇതൊക്കെ നടത്തുന്നവർക്കറിയാം, ഒരു വട്ടം ഹെൽത്തിൻ്റെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമസി ചെക്കിങ്ങിന് വന്നിട്ട് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ ഒരു ഫൈനെങ്കിലും ഒരു കിട്ടും. അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ മാനസികമായി ഇങ്ങനെ 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 പിഞ്ഞ് ഇവിടുത്തെ ആളുകളൊക്കെ ചണ്ടികളായിരിക്കണം. വളരെ കുറച്ച് ആളുകളിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലോട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെ ഒരുപാട് പേരുണ്ട്, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കൂടി പരിഗണിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.